ദൈവത്തിലെ മുമ്പോട്ട് പോകാൻ വഴിയില്ല എന്ന് ഭാരപ്പെടുന്ന പ്രയാസപ്പെടുന്ന ചില വിഷയത്തിൻ്റെ അകത്തളങ്ങളിൽ ചിലതിനെ ചവിട്ടി നീ മുന്നോട്ട് നീങ്ങാൻ പോവുക. ചിലതിനെ ചവിട്ടി ദൈവികമായൊരു വഴി തുറക്കപ്പെട്ട് മുമ്പോട്ട് പോകാൻ പോവുക. മോർണിംഗ് മന്നായിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കർത്താവ് ദാനമായിട്ട് തന്നു. പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ നമുക്ക് വചനത്തിലേക്ക് കടന്നു വരാം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ 13-ാമത്തെ വാക്യം തൊട്ട്. സർവ്വഭൂമിയുടെ നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാന്റെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞിട്ട് മേൽ നിന്നൊഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും. അങ്ങനെ ജനം യോർദാനെ കടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിനു മുമ്പായി പെട്ടകം ചുമന്നുകൊണ്ട് യോർദാനരികെ വന്നു. കൊയ്ത്തുകാലത്തൊക്കെ യോർദാൻ തീരമെല്ലാം കര കവിഞ്ഞൊഴുകും. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ വെള്ളത്തിൽ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു. മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു. 3 ചിന്തകൾ ഇന്ന് നിങ്ങളോട് പറയാൻ ദൈവാത്മാവ് എനിക്ക് നിയോഗമുണ്ട്. ഒന്ന്, പെട്ടകം ചുമക്കുന്ന, പെട്ടകം വഹിക്കുന്ന ഒരു ദൈവ പൈതലായിട്ട് നീ നിൽക്കുക. പെട്ടകം വഹിക്കുന്ന ഒരു ദൈവ പൈതലായിട്ട് നീ നിൽക്കുക എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം വഹിക്കുന്ന ഒരു ദൈവ പൈതലായിട്ട് നിൽക്കണം. ദൈവമായിട്ടല്ലാതെ ഒരു കൂട്ടും നിനക്കുണ്ടാവരുത്. അനാവശ്യമായ എല്ലാ പരിപാടികളും സ്റ്റോപ്പ് ചെയ്യണം. ദൈവഹിതമല്ലാത്ത സൗഹൃദങ്ങൾ നമുക്ക് വേണ്ട. നമ്മുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന, ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നത് എന്തും നിന്നെ ദൈവം സ്പെഷ്യലായിട്ട് ഈ ഭൂമിയിലേക്ക് വിട്ടേക്കുക. ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ട് ചിലത് ചെയ്യാനായിട്ട് നിനക്ക് നിയോഗമുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒത്തിര വ്യതിചലിച്ച് നീ പോയെന്നറിയാമോ? ഒത്തിരി അതിൽ നകന്നു പോയി. ഇന്ന് പകൽ ഈ ദൂത് കേൾക്കുമ്പോഴെങ്കിലും ഹൃദയത്തിനകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന ചില വേസ്റ്റുകളെ നീയായിട്ട് എടുത്തു കളഞ്ഞിട്ട് ദൈവ പൈതലേ ഒരു ശുദ്ധീകരണത്തോടുകൂടെ ഈ പ്രഭാതത്തിൽ അടുത്ത് വരുമെങ്കിൽ നീ നിമിത്തം ചിലർ വഴിയില്ലാത്തടത്ത് വഴി കാണാൻ പോവുക. സൊല്യൂഷനില്ലാതെ എത്ര നാളായിട്ട് ഭാരപ്പെടുന്ന ആൾക്കാർ നീയുമായിട്ട് കണക്റ്റഡായിട്ട് നിൽക്കണമെന്നറിയാമോ? നീ തുറക്കുന്നൊരു വഴിയിലൂടെ അവർ മുന്നോട്ട് പോകാൻ പോവാ. ദൂത് വിശ്വസിച്ചോണം. പ്രോമിസ് നീ വഴി തുറക്കണമെന്നുള്ളതാ. അവർക്ക് പ്രതികൂല, അവർക്ക് തടസ്സമാണ്. പക്ഷെ നീ നിലവിളിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. മോശയുടെ വിഷയത്തിൽ ഇതുപോലെ പറഞ്ഞേ, നീ നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകാൻ പറയാം. ഇവിടെ ദൈവം പറയുന്നതുവാ, പെട്ടകം വഹിക്കുന്ന പുരോഹിതന്മാർ. ദൈവസാന്നിധ്യം ഉള്ളവർക്കേ വഴി തുറക്കാൻ പറ്റത്തുള്ളൂ. അവിടെ ശബ്ദത്തിനകത്തൂടെ തുറക്കപ്പെടേണ്ട വഴികളുണ്ട്. അവിടെ കരങ്ങളിലൂടെ തുറക്കപ്പെടേണ്ട വഴികളുണ്ട്. ജീസസ് സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിനകത്ത്. ഒന്നാമത്തെ ചിന്ത, പെട്ടകം വഹിക്കുന്ന പുരോഹിതന്മാരായിട്ട് നമ്മൾ മാറുക എന്നുള്ളത്. രണ്ടാമത്തെ ചിന്തയിലേക്ക് വരട്ടെ. മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നിട്ട് വെള്ളം ചിറ പോലെ. കണ്ടോ? പെട്ടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ. പെട്ടകം എവിടെയാ? തോളില. അതിൻ്റെ ശക്തി എവിടെ വരെ വ്യാപരിച്ചു? ഉള്ളംകാലിലോട്ട് വ്യാപരിച്ചു. ഉള്ളംകാലിലോട്ട് വ്യാപരിച്ചപ്പോൾ എന്തോ സംഭവിച്ചു? മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നിട്ട് വെള്ളം ചിറ പോലെ നിന്നു. എന്ന് വെച്ചാൽ ഈ മരണയോർദാൻ നിന്നെ മുക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന വിഷയമാണ്. പക്ഷെ അത് ചിറ പോലെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷനായിട്ടല്ലേ? ഈ ദൂത് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചു. കഴിഞ്ഞ നിമിഷം വരെ നിന്നെ മുറിവേൽപ്പിച്ച ചില വ്യക്തികൾ, നിന്നെ വേദനപ്പെടുത്തിയ വ്യക്തികൾ, ഹല്ലേലൂയ, നീയുമായിട്ട് വലിയ ഹൃദ്യമായ ബന്ധം ദൈവത്താൽ ഉണ്ടാക്കാൻ പോകുന്നു. നിങ്ങളെ ഏറ്റവും അധികം മുറിവേൽപ്പിച്ചവർ, നിങ്ങളെ ഏറ്റവും അധികം വേദനിപ്പിച്ചവർ, ദ്രോഹിച്ചവർ ചിറ പോലെ നിൽക്കാൻ പോവുക. പ്രൊട്ടക്ഷനായിട്ട് നിൽക്കാൻ പോവുക. പ്രൊട്ടക്ഷനായിട്ട് നിൽക്കാൻ പോവുക. യെസ്, ആ പ്രതികൂലം ഇനി ഉണ്ടാകത്തില്ല. പകരം ആ പ്രതികൂലത്തിന് പകരം അനുകൂലമായിട്ടുള്ളൊരു കരമായിട്ട് മാറാൻ പോവുക. കഴുകുമരം ഉണ്ടാക്കിയോ നിന്നെ രാജവസ്ത്രം ധരിപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ നീതിയാണ്. അത് ദൈവത്തിൻ്റെ നീതിയാണ്. ദൈവം അത് ചെയ്യും. തീക്കകത്തിട്ട് രാജാവ് സിംഹാസനത്തിന് എഴുന്നേറ്റ് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരെ എന്ന് വിളിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ നീതിയാണ്. നിന്നെ അടിപ്പിച്ച കാരാഗ്രഹ പ്രമാണി തന്നെ നിന്റെ മുറിവ് കഴുകി കെട്ടണം എന്നുള്ള ദൈവത്തിൻ്റെ നീതിയാണ്.
കൊലപാതകനെന്ന് നിന്നെ പറഞ്ഞ് നിന്നെ ആക്ഷേപിച്ചവർ ദേവനെന്ന് ദൈവവൈതലെന്ന് മാറ്റി പറയിക്കുന്ന ദൈവത്തിൻ്റെ നീതിയാണ്. നാലുപാടും ഹല്ലേലൂയ ചുറ്റപ്പെട്ട് കിടക്കുന്ന കടലിനകത്ത് നിന്നെ കൊണ്ടുവന്നിട്ട് ജീവിതമില്ലാതാക്കി കാമയെ കുത്തിപ്പറിക്കാൻ കഴുകന്മാർക്ക് ഇട്ടുകൊടുക്കാമെന്ന് ഈ ലോകത്തിൻ്റെ ആഗ്രഹമാണെങ്കിൽ, തുറന്നിരിക്കുന്ന സ്വർഗത്തിൽ കൂടെ ആത്മമണ്ഡലത്തിൽ അകത്തേക്ക് കയറി നിത്യതയുടെ വെളിപ്പാട് പ്രാപിച്ച് വെളിപ്പാട് പുസ്തകം തിരുവചനത്തിനകത്തെ അവസാനത്തെ പുസ്തകമായിട്ട് എഴുതണം. ദൈവത്തിൻ്റെ നീതിയാണ്. ആ നീതി വെളിപ്പെടും. ആ നീതി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. അതുകൊണ്ട് ലോകം പറയുന്ന ഫാക്റ്റിനെ നീ വിശ്വസിക്കാതെ ദൈവം പറയുന്ന ട്രൂത്തിനെ നീ കൈക്കൊള്ളു. ഫാക്റ്റായിട്ട് നിന്നോട്ട്, പക്ഷെ ട്രൂത്ത് കർത്താവ് പറയുന്നതാണ്. ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട കുട്ടി മരിച്ചു പോയെന്നുള്ള ഫാക്റ്റാണ്, പക്ഷെ അവിടെ യേശു പറയുന്ന വാക്കാ അവിടെ ട്രൂത്ത്. എന്താ യേശു പറയുന്നത്? കൊച്ചു മരിച്ചിട്ടില്ല, ഉറങ്ങുക. അതാ ട്രൂത്ത്. ആ ട്രൂത്ത് വിശ്വസിക്കുന്നേ. മടങ്ങി വരട്ടെ. രണ്ടാമത്തെ ചിന്ത, പ്രതികൂലം നിനക്ക് ചിറ പോലെ നിൽക്കും. മൂന്നാമത്തത്, ഹല്ലേലൂയ, കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമല്ല കരകവിഞ്ഞൊഴുകും. കൊയ്ത്തുകാലം എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഒരു നന്മ കിട്ടുമ്പോൾ അത് നിനക്ക് പ്രയോജനപ്പെടാതെ ഉപയോഗപ്രദമായി മാറാതെ അത് നഷ്ടപ്പെട്ടു. ഇനി അതുണ്ടാവത്തില്ല. സാന്നിധ്യം വഹിക്കുന്ന പുരോഹിതൻ്റെ കാല് വെള്ളത്തിൽ ചവിട്ടിക്കഴിഞ്ഞു, ചിറ പോലെ നിന്നു കഴിഞ്ഞു. അതിനകത്ത് ആ പ്രതികൂലത്തിനകത്തൊരു വഴി വെളിപ്പെട്ട് കഴിഞ്ഞു. അക്കരെ കടന്ന് നീ നന്മ അനുഭവിക്കാൻ പോവാം. തടസ്സമായി, വർഷങ്ങളായിട്ട് തടസ്സമായി നിന്ന ചില വിഷയത്തിനകത്ത് വേഗത്തിൽ ചില ക്രയവിക്രയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ചില ക്രയവിക്രയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഒരു ദൈവനീതി വെളിപ്പെടാൻ പോകുന്നു. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഹൃദയമായിട്ട് ദൈവം ഈ മെസ്സേജിലൂടെ നിന്റെ ജനത്തോട് ഇടപെട്ട ദൂതിനായിട്ട് സ്തോത്രം. ചിറ പോലെ ചിലത് നിൽക്കട്ടെ കർത്താവേ. തടസ്സമായി നിൽക്കുന്ന ചില വെള്ളം, മരണമെന്ന് പറയുന്ന ചിലത് ചിറ പോലെ നിൽക്കട്ടെ. പ്രൊട്ടക്ഷനായിട്ട് നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാന്നിധ്യം വഹിക്കുന്ന പുരോഹിതൻ കർത്താവേ, പ്രതികൂലത്തിൻ്റെ മുകളിൽ നടന്നപ്പോൾ, ചവിട്ടിയപ്പോൾ വഴി വെളിപ്പെട്ടതുപോലെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ വഴി വെളിപ്പെട്ടിട്ട് കൊയ്ത്തുകാലത്ത് ഒരു നന്മ കിട്ടുമ്പോൾ അത് അനുഭവിക്കാൻ കഴിയാതെ കരകവിഞ്ഞൊഴുകുന്ന അനുഭവം, തടസ്സങ്ങൾ വഴിമാറിപ്പോകട്ടെ കർത്താവേ. ഈ മെസ്സേജ് കർത്താവെ ആമേൻ കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിനകത്ത് ഭയങ്കര എക്സ്പ്ലോഷൻസ് ഉണ്ടാകട്ടെ, ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാകട്ടെ, അഭിവൃദ്ധികൾ ഉണ്ടാകട്ടെ. അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.